മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജോർജ് പൊടിപ്പാറ, PV അൻവർ ഒരു സമ്മർദ്ദമാണ്, ഒരു വെല്ലുവിളിയാണ്. ജയസാധ്യതയ്ക്കപ്പുറം മറ്റുള്ളവരുടെ ജയപരാജയങ്ങളെ നിശ്ചയിക്കാൻ അൻവറിന് കഴിയുമെന്ന കാര്യം വ്യക്തമാണ്. അൻവർ അത്തരം പ്രഖ്യാപനങ്ങളും വെല്ലുവിളികളും നടത്തുന്നുമുണ്ട്. കോൺഗ്രസിനായിരിക്കും ഈ വെല്ലുവിളി ഏറ്റവും നേരിടേണ്ടി വരിക എന്ന സൂചന അൻവർ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് VV പ്രകാശ് പോലെയുള്ള വൈകാരിക വിഷയങ്ങൾ ആര്യാടൻ ഷൗക്കത്തിനെതിരെ പ്രയോഗിക്കാനാണ് അൻവർ തയ്യാറെടുക്കുന്നത്. അൻവർ എത്ര കണ്ട് വലിയ ഫാക്ടറാകും നിലമ്പൂർ? വ്യക്തമായും അൻവർ ഒരു ഘടകം തന്നെയാണ് നിലമ്പൂർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 9 വർഷക്കാലമായിട്ട് നിലമ്പൂരിന്റെ MLA ആയിരുന്ന അൻവറിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് വ്യക്തിബന്ധങ്ങളുണ്ട്. രാഷ്ട്രീയ വിശ്വാസ പ്രമാണങ്ങൾക്ക് അപ്പുറത്ത് ഒരുപാട് സൗഹൃദങ്ങളുണ്ട് അദ്ദേഹത്തിന്. മാത്രമല്ല അൻവർ ഒരു വലിയ വിഭാഗം ആളുകളെ എപ്പോഴും കൂടെ നിർത്താൻ ബോധപൂർവം തന്നെ ശ്രമിച്ചിട്ടുള്ള ഒരു MLA കൂടിയാണ്. ആ നിലയ്ക്ക് അൻവറിനെ അവഗണിക്കാൻ കഴിയില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ അദ്ദേഹം രണ്ട് മുന്നണികളെയും ഒരേ സമയം വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം പിണറായി സത്തിനെതിരെ വലിയ ശക്തമായ വാദങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ വലിയ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പിണറായി സത്തെ തകർക്കുക എന്നതാണ് ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് തുടക്കം മുതൽ പറയുന്നു. ഇപ്പോ സതീശൻ സത്തിനെതിരെയും അദ്ദേഹം അതേ ശബ്ദത്തിൽ, ഒരുപക്ഷെ പിണറായി സത്തിനെതിരെ പറയുന്നതിനേക്കാൾ വലിയ ശബ്ദത്തിൽ സതീശന്റെ ഏകാധിപത്യത്തിനെതിരെ സതീശൻ എന്ന് പറയുന്ന വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് UDF-ലെ മറ്റ് നേതാക്കളെ എല്ലാം വെറുതെ വിട്ടുകൊണ്ട് സതീശനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഞാൻ വിചാരിക്കുന്നു ശ്രീ പിണറായി വിജയനേക്കാൾ അദ്ദേഹം ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നത് ഇപ്പൊ രണ്ടുപേരെയാണ്. ഒന്ന് VD സതീശൻ എന്ന് പറയുന്ന UDF ചെയർമാന്, മറ്റൊന്ന് UDF പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ആക്രമണത്തിന്റെ കുന്തവന തിരിയുന്നത് ഏറ്റവും ഒടുവിൽ ഇവർക്ക് രണ്ടുപേർക്കും എതിരെയാണ്. അപ്പൊ എന്തായിരിക്കും ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ഔട്ട്കം എന്നുള്ളത് നമുക്ക് ഒരു പരിധിവരെ കാത്തിരുന്ന് കാണേണ്ടി വരും. എങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നു അൻവർ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും നേടിയ വോട്ടുകൾ എന്ന് പറയുന്നത് LDF-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുകൂലികളുടെ വോട്ടുകളാണ്. ഇത്തവണ പക്ഷേ ഇടതുപക്ഷത്തിന്റെ അനുകൂലികളുടെ വോട്ടുകൾ അദ്ദേഹത്തിനില്ല. ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ അങ്ങനെ മാറും, ഒരു പരിധിയിൽ കൂടുതൽ പാർട്ടി കേഡർ വോട്ടുകൾ അങ്ങനെ മറിയുന്ന വോട്ടുകളല്ല. എങ്കിൽ പോലും അൻവറിന് കഴിഞ്ഞ തവണ ആ ഒരു അവസ്ഥയല്ല. ഒരു ജയസാധ്യതയിലേക്കൊന്നും ഒരിക്കലും അൻവറിന്റെ സാന്നിധ്യം പോകുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ പോലും ഒരു സ്പോയിലർ ആയിട്ട് ഒരു പക്ഷേ അൻവറിന് ആക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ആ വാക്ക് അടിവരയിട്ട് പറയാണ്, ഒരു സ്പോയിലർ. അതായത് ഏത് മുന്നണി ജയിക്കണം, ഏത് മുന്നണി തോൽക്കണം എന്നൊരു പക്ഷേ നിശ്ചയിക്കാൻ അൻവറിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ അൻവറിന് കഴിഞ്ഞേക്കും. അത് ഏത് മുന്നണിയാണ് കൂടുതൽ ബാധിക്കുക നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയുക. 2 മുന്നണികളെയും അൻവറിന്റെ സാന്നിധ്യം ബാധിക്കും. ഇടതു മുന്നണിയുടെ വോട്ടുകൾ കുറെയെങ്കിലും അദ്ദേഹം പിടിച്ചു മാറ്റും. ഇനി ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു രക്തസാക്ഷി പരിവേഷത്തോടെ അൻവർ നിൽക്കുമ്പോൾ തന്നെ ഒന്നും അല്ലാതാക്കിയത് UDF ആണ്. UDF തന്നെ വഞ്ചിച്ചു. VD സതീശൻ എന്ന ഒറ്റ ഒരാളാണ് തന്റെ UDF മുന്നണിയിലേക്കുള്ള പ്രവേശനത്തിന് തടയിട്ടത്. ബാക്കി ലീഗിന്റെ നേതാക്കൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളും അടക്കമുള്ള ലീഗ് നേതാക്കളെല്ലാം തന്നെ പിന്തുണച്ചു. അതുപോലെ KPCC-യുടെ മുൻ പ്രസിഡന്റ് K സുധാകരനും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട രമേശ് ചെന്നിത്തല അടക്കമുള്ള മറ്റെല്ലാ നേതാക്കളും തന്നെ മുന്നണിയിൽ UDF-ൽ ചേർക്കണമെന്നുള്ള പക്ഷക്കാരായിരുന്നു. പക്ഷെ VD സതീശന്റെ മാത്രം പിടിവാശി കൊണ്ടാണ് ഇപ്പോഴത്തെ സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുന്നതെന്ന് സ്ഥാപിച്ചെടുക്കാനാണ് അൻവർ ശ്രമിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്നു ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ജയിക്കില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റണം അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥി ആക്കരുതെന്ന് പറഞ്ഞത്. അതിന്റെ പിന്നിലൊക്കെ കുറെ ചരിത്രങ്ങളുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അൻവറിന്റെ കുടുംബവും ആര്യാടൻ മുഹമ്മദിന്റെ കുടുംബവും തമ്മിൽ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കുടിപ്പകയുണ്ട്. 2 കുടുംബങ്ങളും കോൺഗ്രസ് കുടുംബങ്ങളായിരുന്നു. പക്ഷെ കാലങ്ങളായി തന്നെ ഒരേ പാർട്ടിയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ 2 കുടുംബങ്ങൾ തമ്മിൽ എല്ലാ കാലത്തും ഒരു ഭിന്നതയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പകയോ അല്ലെങ്കിൽ ഒരു പ്രതികാര മനോഭാവം ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആര്യാടൻ ഷൗക്കത്തിനെതിരെ കുറെ ആയുധങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. പലതും ഇനി പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. ഇന്നലെ അതിന്റെ തുടക്കമൊക്കെ അദ്ദേഹം കുറിച്ചു കഴിഞ്ഞു. VV പ്രകാശിനെ തോൽപ്പിച്ചതുപോലും ആര്യാടൻ ഷൗക്കത്താണ് എന്ന് വരുത്തി തീർത്ത് ആര്യാടൻ ഷൗക്കത്തിനെ വല്ലാതെ ടാർണിഷ് ചെയ്യുക, അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വത്തെ തേജോവധം ചെയ്യുക എന്നൊരു ലൈനായിരിക്കും അൻവർ ഉപയോഗിക്കാൻ പോകുന്ന തന്ത്രം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അൻവറിന്റെ ഒരു സ്വഭാവത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം നേതാവ് പറഞ്ഞത് എന്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. അദ്ദേഹത്തോട് ഫോൺ ചെയ്യുമ്പോൾ പോലും ആ ഫോൺ റെക്കോർഡ് ചെയ്തിട്ട് അദ്ദേഹം അത് ഉപയോഗിക്കുന്ന രീതിയുണ്ട്. അദ്ദേഹത്തെ ആരെങ്കിലും സന്ദർശിച്ചാൽ ആ സന്ദർശന സമയത്ത് പറയുന്ന വാക്കുകൾ പോലും അതൊക്കെ പിന്നീട് ഉപയോഗിക്കുന്ന ഒരു രീതി. അൻവർക്ക് രാഷ്ട്രീയത്തിൽ ധാർമ്മികതയോ നൈതികതയോ സദാചാരം അങ്ങനെയൊരു സാധനമൊന്നും ഇല്ല അദ്ദേഹം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ അൻവറിന്റെ ഒരുപാട് പ്രയോഗങ്ങൾ, ഒരുപാട് അടവുകൾ നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ്. ഇപ്പൊ പറയുന്നത് നാളെ പറയില്ല, നാളെ പറയുന്നത് മറ്റന്നാൾ പറയില്ല, ഓരോ നിമിഷവും വാക്ക് മാറ്റുന്ന, നിലപാടുകൾ മാറ്റുന്ന
തോന്നുന്ന സമയത്ത് തോന്നുന്ന പോലെ പറയുന്ന ഒരാള്, ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള ഒരാള്, ഒരു വിശ്വാസ സംഹിതയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ധാർമ്മികതയോ ഒന്നുമില്ലാത്ത ഒരാളെന്നുള്ള പേര് ഇപ്പൊ അൻവറിന് വന്നിട്ടുണ്ട്. എങ്കിലും അൻവർ അതൊക്കെ ഉണ്ടെങ്കിലും അതിനെ മറികടക്കാനുള്ള ഒരു വാക്ചാതുര്യം, ഒരു വാചാലതയൊക്കെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പല കാര്യങ്ങളെയും പറഞ്ഞു തനിക്ക് അനുകൂലമാക്കാൻ വൈഭവമുള്ള ഒരു വ്യക്തിയാണ്. എങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നു അൻവറിന് ജയസാധ്യതയൊന്നും നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം കുറെ വോട്ടുകൾ പിടിക്കും. ആ വോട്ടുകൾ ആത്യന്തികമായിട്ടും ഏത് മുന്നണിയെ ബാധിക്കും എന്നതാണ് പ്രശ്നം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ UDF-നൊപ്പം നിൽക്കേണ്ടിയിരുന്ന പിണറായി എതിരെയുള്ള പോരാട്ടത്തിൽ UDF-നൊപ്പം നിൽക്കാൻ അൻവർ ആഗ്രഹിച്ചു. പക്ഷെ അൻവറിന്റെ ആ മോഹം നടന്നില്ല. അത് സ്വയം കൃതാനർത്ഥം തന്നെയാണ്. വലിയൊരളവ് വരെ UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പരസ്യമായിട്ട് ആക്ഷേപിച്ചാൽ അങ്ങനെ ഞാൻ ജോർജ് പൊടിപാറ, നമ്മൾ അത് പറയുമ്പോഴും അത്തരം കാരണങ്ങൾ കണ്ടെത്താം. എങ്കിൽ പോലും UDF-ന് യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാധ്യതയെ അവർ ഉപയോഗിച്ചില്ല. ഒരു പക്ഷേ അത് VD സതീശൻ്റെ ഒരു ഈഗോ കൂടി അതിൻ്റെ അത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവാം. കാരണം ലീഗിനൊക്കെ അതൃപ്തി ഉണ്ടെന്നുള്ള വ്യക്തമാണ്. ഇന്നത്തെ ലീഗ് യോഗത്തിൽ അത് പ്രകടമായതുമാണ്. ചുരുക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം UDF-നെതിരായാൽ VD സതീശൻ്റെ രാഷ്ട്രീയ സാധ്യതയെ അത് ബാധിക്കും എന്ന് താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് സ്വാഭാവികമായിട്ടും ഇപ്പൊ ലീഗിന്റെ ഇന്നലത്തെ യോഗത്തിലൊക്കെ VD സതീശൻ കുറച്ച് പിടിവാശി കാണിച്ചു എന്നുള്ള ഒരു ആരോപണമുണ്ട്. VD സതീശൻ അത്രത്തോളം വാശി കാണിക്കണമായിരുന്നോ? അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയതാണ് അസോസിയേറ്റ് മെമ്പർഷിപ്പ് കൊടുക്കാൻ. പക്ഷെ അത് അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അൻവർ UDF-ന്റെ ഭാഗമായേനെ എന്നൊക്കെ ഇപ്പൊ പറയുന്നു. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസും UDF-ഉം സംയുക്തമായിട്ടൊരു സ്ഥാനാർത്ഥിയെ, ഒരൊറ്റ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു. ആ തീരുമാനം AICC-ക്ക് വിട്ട് AICC ആ തീരുമാനം അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്ന ആ നിമിഷം തന്നെ അൻവർ പൊട്ടിത്തെറിച്ച് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ജയിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കുറിച്ച് നിശിതമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അതിനു മുമ്പേ തന്നെ അദ്ദേഹം ഇടതുമുന്നണി വിടുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു UDF-ന്റെ സ്ഥാനാർത്ഥി ഇന്ന ആളായിരിക്കണം. അങ്ങനെ ഒരാൾ പറയാന്ന് പറഞ്ഞാൽ അതൊക്കെ കുറച്ച് കടന്ന കൈയാണ്. ആത്മാർത്ഥമുള്ള അഭിമാനമുള്ള ഒരു മുന്നണിക്കോ നേതാക്കൾക്കോ അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പൊ ആദ്യത്തെ ചുവട് പിഴച്ചത് അൻവറിന് തന്നെയാണെന്ന് വേണം. പലതും നമ്മൾ മറന്നു പോകുന്നതുകൊണ്ടാണ്. അൻവർ എന്തടിസ്ഥാനത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത്, രണ്ട് പേരുകളാണ് UDF പരിഗണിച്ചത്, ഷൗക്കത്തിന്റെ പേരും VS ജോയിയുടെ പേരും. ഇതിൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ തോൽക്കും എന്ന് പറയുക അത് കോൺഗ്രസിന്റെ ആഭ്യന്തര തലത്തിലുള്ള ഒരു വലിയ ഇടപെടലാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അന്നേ പറയേണ്ട കാര്യമില്ല. ഇനി അഥവാ ഒരു സൂചന പറഞ്ഞിരുന്നെങ്കിൽ പോലും ഷൗക്കത്തിനെ അദ്ദേഹം ഉപയോഗിച്ച ഭാഷ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹം തിരക്കഥ എഴുതാൻ പോട്ടെ, അദ്ദേഹം സിനിമ സംവിധാനം ചെയ്യാൻ പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ പരിഹസിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അവിടുന്നാണ് ഈ പറഞ്ഞ രീതിയിൽ ഇതിനകത്തൊരു കല്ലുകടി തുടങ്ങിയത്. അപ്പൊ അവിടുന്ന് തൊട്ട് ഞാൻ വിചാരിക്കുന്നത് അൻവർ തുടക്കത്തിലെ തന്നെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. അവിടുന്നാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. പക്ഷെ പിന്നീട് അദ്ദേഹം എവിടെയെങ്കിലും വെച്ച് ചെലുത്താനാണെങ്കിൽ ഞാൻ പിന്തുണയ്ക്കെന്ന് പറഞ്ഞു. അത് പിറ്റേ ദിവസം ആയപ്പോഴേക്കും മാറ്റുന്നു. ഇങ്ങനെ നിരന്തരം നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്ന, വാക്കുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളെ എങ്ങനെ വിശ്വസിക്കുന്ന വലിയ ചോദ്യം.